ടയർ കമ്പനികളുടെ ആസ്ഥാനത്തേക്ക് സംയുക്ത കർഷക സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്നതിന് മാർച്ച് ശനിയാഴ്ച നടക്കും. കോട്ടയം MRF, കളമശ്ശേരി അപ്പോളോ ടയേഴ്സ് എന്നീ ഫാക്ടറികളിലേക്കാണ് കർഷകരുടെ മാർച്ചും ഉപരോധവും സംഘടിപ്പിക്കുന്നത്. റബ്ബർ കർഷക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിനടക്കുന്ന തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഈ സമരം. ടയർ കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1788 കോടി രൂപയാണ് പിഴയിട്ടത്. ഈ തുക കർഷകർക്ക് വീതിച്ചു നൽകുക, റബ്ബറിന് 300 രൂപ തറവില നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം. ടയർ കമ്പനികൾ കർഷകരിൽ നിന്ന് കൊള്ളയടിച്ച പണം മുഴുവൻ തിരികെ കർഷകരിലേക്ക് എത്തിക്കുന്നതുവരെ പ്രക്ഷോഭങ്ങൾ തുടരാനാണ് തീരുമാനം. ക്രോസ് പ്ലൈ ഇനം ടയറുകൾക്ക് സംഘടിതമായി വില കൂട്ടാൻ ശ്രമിച്ചതിന് MRFന് 622 കോടി, അപ്പോളോയ്ക്ക് 425 കോടി, സിയറ്റിന് 252 കോടി, JK ടയേഴ്സിന് 309 കോടി, ബിർളയ്ക്ക് 178 കോടി, ആത്മസംഘടനയ്ക്ക് 60 ലക്ഷം എന്നിങ്ങനെയാണ് CCI പിഴയിട്ടത്. ഇത് കർഷകർക്ക് ലഭ്യമാക്കുകയാണ് സമരത്തിന്റെ ലക്ഷ്യം. എത്രയോ കാലങ്ങളായി കർഷക സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നു. റബ്ബറിന് 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് റബ്ബർ ബോർഡ് തന്നെ കണക്കാക്കിയിട്ടുള്ളത് 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് 168 രൂപ ചെലവാണ്. 145 രൂപ കിട്ടിയാൽ എങ്ങനെ ഈ റബ്ബർ മേഖല സംരക്ഷിക്കപ്പെടും? കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സപ്പോർട്ട് ഇല്ലാതെ ഈ മേഖലയെ സംരക്ഷിക്കാനാവില്ല, നിലനിർത്തിക്കൊണ്ടു പോകാനാവില്ല. സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ പരിമിതികൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് സാമ്പത്തിക ഞെരുക്കത്തിന്റെയും പ്രതിസന്ധിയുടെയും എല്ലാം ഘട്ടത്തിലും 170 രൂപ നിശ്ചയിച്ചുകൊണ്ട് കൃഷിക്കാരെ പരമാവധി സംരക്ഷിക്കാനാവും. അത് പോരാ എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വടവാതൂർ MRF മാർച്ച് രാവിലെ 10-ന് കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കളമശ്ശേരി അപ്പോളോ ടയേഴ്സ് മാർച്ച് രാവിലെ 10-ന് സംയുക്ത കർഷക സംസ്ഥാന സമിതി ചെയർമാൻ സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്യും. സമരത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചിരുന്നു. കൈരളി ന്യൂസ്, കോട്ടയം.